വിമർശിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഒളിച്ചിരിക്കുന്നത് ഒരുപാട് വേദികളിൽ വരാറില്ലേ, ചാനലുകളിൽ വരാറില്ലേ? ഇപ്പൊ ഒന്നാമത്തെ കാര്യം സമയമില്ല. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് ഒരുപാട് ക്ഷണമുണ്ട്. ഒരു പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ എനിക്ക് 2-3 ദിവസത്തെ മെനക്കേടാണ്. ഒന്നാമത്തെ കാര്യം 1 മണിക്കൂർ സംതിങ് ഉള്ള പ്രോഗ്രാം ആയിരിക്കും കിട്ടുന്നത്. ആ 1 മണിക്കൂറത്തേക്കുള്ളത് ഞാൻ കുറെ റഫർ ചെയ്യണം. യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അതിന്റെ എക്സ്പെൻസും വളരെ വലുതാണ്. പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരുപാട് ഭീഷണികളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുമുണ്ട്. അതിൻ്റെതായിട്ടുള്ള രൂപത്തിലുള്ള മെച്ചമുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ടിക്കൂലും ഒക്കെ നല്ല പ്രയാസമാണ്. എന്നെ വിളിക്കുന്നവർക്കും നല്ല പ്രയാസമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പബ്ലിക് പ്രോഗ്രാമിനൊന്നും വരാത്തത്. മുമ്പ് പബ്ലിക് പ്രോഗ്രാമിനൊക്കെ നിരന്തരം വന്നുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തല്ലോ. അപ്പോൾ കണ്ടു കിട്ടിയാൽ അപ്പോഴും വീഡിയോ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഇനി ഞാൻ ഒളിച്ചിരിക്കുവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നമ്പർ തമ്പനയിലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇപ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വാട്സപ്പ് കോൾ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള നമ്പർ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സാധാ കോള് കിട്ടില്ല, വാട്സപ്പ് കോള് മാത്രമേ കിട്ടത്തുള്ളൂ. ആരൊക്കെയോ സാധാ കോള് വിളിക്കുന്നുണ്ട്. സാധാ കോള് വിളിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഓക്കെ, ആരെങ്കിലും വിളിച്ചാൽ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, ഒളിച്ചല്ല, ഇപ്പോൾ കാണുന്നുണ്ടെന്ന്. ശരി ശരി. അപ്പോൾ അൽക്കേരളം ആകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അൽക്കേരളവും അതാ നിൽക്കുന്നതിൻ്റെ കയ. ഇസ്ലാം സ്ത്രീകളുടെ ശവപ്പറമ്പാണോ? അല്ലേ. ഇസ്ലാം ഏതെങ്കിലും കാലഘട്ടത്തിന് യോജിച്ച ഗ്രന്ഥമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല എന്ന് എനിക്ക് സമർത്ഥിക്കാനും സാധിക്കും. നമുക്കറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കുന്നതിനേക്കാൾ അറിയുന്ന വിഷയത്തെക്കുറിച്ച് ചുരുക്കി സംസാരിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഇസ്ലാം ഈ കാലത്തിനെന്നല്ല, ഒരു കാലത്തിനും അനുയോജ്യമായ ഗ്രന്ഥമല്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇസ്ലാം പ്രാകൃതമായ ആശയമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചിലർ പറയുന്നു ഇസ്ലാം കാലാനുവർത്തിയാണ്, കാലാതീതമാണ്, എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായി നിലകൊള്ളുന്നതാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്നെ വിളിക്കാനുള്ള നമ്പർ ഞാൻ തന്നിട്ടുണ്ടല്ലോ, കണ്ടില്ല? ആരൊക്കെയോ ചോദിക്കുന്നുണ്ടല്ലോ നമ്പർ, കണ്ടില്ലേ? തരാം, ആദ്യം എടുക്കട്ടെ. കിട്ടില്ല, ശരി, തരാം. എനിക്കിതിനകത്ത് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതൊന്നും കാണുന്നില്ല. ഇസ്ലാം ആയോന്നോ? ഇസ്ലാം ആയാൽ മാത്രമേ തട്ടമിടാൻ പാടുള്ളൂ എന്ന് നിങ്ങളോട് ആരാപ്പ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് മാത്രമേ തട്ടമിടാൻ പാടുള്ളോ? എൻ്റെ തന്നെ മറ്റൊരു ചാനലാണ് ലൗഡ് സ്പീക്കർ. എനിക്ക് എൻ്റെ അതിൽ നിന്ന് പറ്റുന്നില്ല കേട്ടോ നമ്പർ പോസ്റ്റ് ചെയ്യാൻ. വിളിക്കേണ്ടുന്ന നമ്പർ ഞാനിതിനകത്ത് ലൗഡ് സ്പീക്കർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആർക്കൊക്കെയോ എന്തൊക്കെയോ ചോദിക്കണം. നീ എവിടെയാണ് താമസിക്കുന്നത്? നിന്റെ നമ്പർ എവിടെ? എന്താ നിന്റെ നമ്പർ തരാത്തത് എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നത് കണ്ടു. നമ്പർ വരുന്നില്ല അല്ലേ?
ഞാൻ വേറെ ഐഡിയയിൽ നിന്ന് നമ്പർ ഇട്ടിട്ടും വരുന്നില്ല.